ഇന്നൊരു വളരെ പ്രഗത്ഭനായിട്ടൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് വന്നിട്ടുള്ളത്. ഞാൻ അദ്ദേഹമായിട്ട് ഇങ്ങനെ അകലത്ത് നിന്ന് അദ്ദേഹത്തെ ആരാധിച്ചു വരുന്ന വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തെ പരിചയപ്പെടാൻ അവസരം തന്നത് നമ്മുടെ രാധാകൃഷ്ണേട്ടനാണ്. രാധാകൃഷ്ണേട്ടൻ നിങ്ങൾക്കറിയോ? ആ രാധാകൃഷ്ണേട്ടനാണ് നമ്മുടെ കാസർഗോഡ്, ഞാൻ നമ്മുടെ കാസർഗോഡ് പോയി കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് പോയി കഴിഞ്ഞാൽ രാധാകൃഷ്ണൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. രാധാകൃഷ്ണേട്ടൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കാസർഗോഡ് പ്രോജക്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. രാധാകൃഷ്ണേട്ടനായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ശ്രീ വാമനകുമാർ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത്. ഇവിടെ JC's ക്ലബിൻ്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവിടെ പോയ സമയത്താണ് കൂടുതൽ പരിചയപ്പെട്ടത്, കൂടുതൽ അടുത്തത്. അന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, ഒരു ദിവസം നമ്മുടെ ഇവിടുന്ന് വരാമോ, നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് വരാമോ, നമ്മുടെ അമ്മമാരോടും അച്ഛന്മാരോടും സഹോദരി സഹോദരന്മാരോടും സംസാരിക്കാമോ എന്ന് ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ തിരക്കിട്ട പരിപാടികൾക്കിടയിൽ രാധാകൃഷ്ണേട്ടനും അദ്ദേഹവും ഇന്നലെ രാത്രി യാത്ര ചെയ്ത് ഇവിടെ വന്നു നിങ്ങളോട് കുറച്ച് നേരം വർത്തമാനം പറയാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ട്രെയിനറാണ്. ജൂനിയർ ചേംബർ എന്ന് പറയുന്ന അല്ലെങ്കിൽ JC's എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ്. ആ രീതിയിലൊക്കെ തന്നെ ലയൺസ് ക്ലബിൻ്റെ ഒരു സാരഥിയായിരുന്നു. അങ്ങനെ പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യം, അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ സ്പീച്ചുകളിലൂടെ പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇന്ന് നമുക്ക് ലഭിച്ചതിലുള്ള സന്തോഷവും സൗഭാഗ്യവും നമ്മുടെ കയ്യടിയിലൂടെ അറിയിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാതെ അദ്ദേഹത്തിന് ഞാൻ മൈക്ക് കൈമാറുന്നു. ശ്രീ വാമനകുമാർ. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. സാറ് പറഞ്ഞൊരു ഒരു ഉണർവ് ഉന്മേഷമൊന്നും കാണുന്നില്ലല്ലോ. ഗുഡ് മോർണിംഗ് പറഞ്ഞാൽ ഏതെങ്കിലും സദസ്സിൽ പോയ ആൾക്കാർ ഗുഡ് മോർണിംഗ് പറഞ്ഞ് കേൾക്കുന്നു മനസ്സിലാവും ഞാനിവിടെ വന്നത് അവർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ. നിങ്ങൾ ഗുഡ് മോർണിംഗ് കേട്ടപ്പോൾ വലിയ ഇഷ്ടമായിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് പിന്നെ ഒന്നുകൂടെ പിടിച്ചു നോക്കാം. ഗുഡ് മോർണിംഗ്. വണ്ടർഫുൾ. റൈറ്റ്. സാറൊന്നും വിളിക്കേണ്ട. ഞാൻ ഗോപിനാഥ് സാറിൻ്റെ അദ്ദേഹം പറയും ആരാധനയൊക്കെ നമ്മളൊക്കെ കേരളത്തിൽ ഞാൻ ഈ രംഗത്ത് 33 വർഷമായി. കുറച്ച് ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുത്ത് പോകുന്നത് കണ്ടാൽ ഒക്കില്ല വക്കീലാണ്. ഹൈക്കോടതിയിൽ 35 വർഷമായിട്ടൊരു വക്കീലുമാണ് ഞാൻ. അപ്പോൾ ഈ കോടതിയുടെ പണിയുടെ ഇടയിൽ നമുക്ക് കുറച്ച് സ്ട്രെസ്സൊക്കെ കുറക്കാൻ ഇങ്ങനെ എവിടെയെങ്കിലും ചെറിയൊരു പരിപാടിക്കൊക്കെ പോകും. പിന്നെ സാറിൻ്റെ ഈ സാധനത്തിൽ ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്. രാധാകൃഷ്ണൻ എൻ്റെ ഒരു ആത്മസുഹൃത്താണ് കുട്ടിക്കാലം മുതലേ. രാധാകൃഷ്ണൻ്റെ വീട്ടിൽ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഞങ്ങൾ വേറൊരു മീറ്റിങ്ങിന് വീട്ടിൽ പോയി പെട്ടി മാറ്റാൻ വേണ്ടി വീട്ടിൽ പോയപ്പോൾ വൈഫാണ് ഞാൻ പോലും കേട്ടിട്ടില്ലാത്ത രീതിയിൽ മാജിക് പ്ലാനിനെ കുറിച്ച് രാധാകൃഷ്ണനോട് സംസാരിക്കുന്നു. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. വൈഫ് അങ്ങനെ ഇതൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. രാധാകൃഷ്ണത് വൗച്ചിയും തോന്നും. ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്ന കാര്യങ്ങളും ആക്ടിവിറ്റീസൊക്കെ പുള്ളിക്കാരൻ യൂട്യൂബൊക്കെ ഇഷ്ടംപോലെ കാണും. അപ്പോൾ എനിക്കിവിടെ വരാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു ദിവസം ഇതിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഒരു മോട്ടിവേഷൻ ടോക്കൊന്നും കേട്ടിട്ട് നിങ്ങൾ അങ്ങനെ വലിയ വറിയിടാനൊന്നും വേണ്ട. അങ്ങനെയല്ല, കുറച്ച് വർത്തമാനം പറയാം. കുറേ ലേശം വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ പോവാം. ഓക്കെ, അപ്പോൾ ഇടയ്ക്ക് ഞാൻ നിങ്ങളോട് എഴുന്നേക്കാനും പറയും. പ്രയാസമൊന്നും ആവില്ലല്ലോ. ചില ആൾക്കാർ കയ്യെല്ലാം കിട്ടി ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുന്നുണ്ട്. ഇല്ല, കുറച്ച് മയത്തിൽ നോക്കിയാൽ ഞാൻ രക്ഷപ്പെട്ട് പോയി കിട്ടുന്നു. ഒന്നുമില്ല, ബുദ്ധിമുട്ടിക്കാനൊന്നും പോകുന്നില്ല. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്ലേസ് ഒന്ന് എൻഗേജ് ചെയ്യും. ദാറ്റ്സ് ഓൾ.